Hello, I'm Nabil Hussain. I come from UAE. My birthplace in Kerala, Trivandrum. ഞാൻ വിപിൻ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങിയ ഫസ്റ്റ് ഒരു 99-ൻ്റെ ഒരു കോഴ്സ് ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതായത് ആ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. മൈൻഡിനെ കുറിച്ചുള്ള നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ ക്ലാസ്സിലൂടെ മാറ്റാൻ കഴിഞ്ഞു. വളരെയധികം നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം സാറിൻ്റെ ഓരോ ഫ്രീ വെബിനാർ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ ഒത്തിരി ഫീഡ്ബാക്ക്, ഓരോ പ്രോഗ്രാമിൻ്റെയും ഓരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ വാട്സാപ്പിലൂടെ വരുന്ന ഇതനുസരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അവസാനമായി ഇപ്പോൾ അങ്ങനെ എനിക്ക് 4 ഹവറുള്ള വിപിൻ സാറിൻ്റെ ഈ 4 ഹവർ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനായി സാധിച്ചു. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അതായത് ഞാൻ ഇതുവരെ ഒരുപാട് ഇംഗ്ലീഷ് മെൻറ്റേഴ്സിൻ്റെ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അറിവുകളായിരുന്നു വിപിൻ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും കേട്ടത്. പ്രത്യേകിച്ച് വിപിൻ സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നതായാലും പുള്ളിയുടെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ വളരെ മനോഹരമാണ്. സാറ് ട്രിവാൻഡ്രത്തുള്ളതാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. എന്തായാലും സാറിനെ ലൈഫിൽ നേരിൽ കാണണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട്. പിന്നെ സാറിൻ്റെ ഈ സിൽവർ ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. എന്തായാലും ഭാവിയിലേക്ക് ചേരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ നമ്മുടെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഒരു പ്രയാസകരമായാണ് ചിന്തിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് വളരെയധികം ഉള്ള തെറ്റിദ്ധാരണയിലാണ്. പക്ഷെ നമ്മൾ വിപിൻ സാറിൻ്റെ ക്ലാസ്സിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ സാർ അവതരിപ്പിച്ചു. സാർ പറയുന്ന ഈ ഒരു ടെക്നിക്കുകൾ, ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പല ടെക്നിക്കുകളും പിന്നെ ഇതിൻ്റെ ഓരോ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇവയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സഹായമാവും. ഇങ്ങനെ അല്ലാതെ നമ്മൾ പഠിച്ച സ്കൂൾ തലത്തിലുള്ള ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് വളരെ വലിയ ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയായിരുന്നു തികച്ചും. എന്നാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു.